നമസ്കാരം. എല്ലാവർക്കും പതിവ് പോലെ എൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ടെന്നറിയാം. നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നു പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തന്നെ നമുക്കൊരു നല്ല മോട്ടിവേഷനാണ്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ്. കുറേ അമ്മമാരുടെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ മാത്സ് പഠിപ്പിക്കാൻ കുറച്ചുകൂടി ഈസി ആവുന്നു എന്നൊക്കെ പറഞ്ഞു. അതേസമയത്ത് ചില അമ്മമാർ പറയുന്നത് വീഡിയോസ് ഇരുന്ന് കാണാനുള്ള മടിയാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊക്കെ വീഡിയോ ഇഷ്ടമായാലും അവർ ചിലപ്പോൾ ഇരുന്ന് കാണില്ല എന്നൊക്കെ. അവർ കാണണ്ട, നിങ്ങൾക്ക് പഠിക്കാമല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാമല്ലോ, നിങ്ങൾ പഠിച്ചിട്ട് അവരെ പഠിപ്പിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ അമ്മമാരായി എന്ന് വിചാരിച്ചിട്ട് പഠിത്തത്തിന് സലാം പറഞ്ഞ് മാറ്റിയേക്കേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ ചില അമ്മമാരൊക്കെ പേടിയാണ്. ആദ്യമേ പറയും മാത്സ് ആയതുകൊണ്ട് പിന്നെ ഞാൻ നോക്കാറേ ഇല്ല, അപ്പച്ചടുത്ത് പോവാറേ ഇല്ല. അങ്ങനെയുള്ള അമ്മമാരോട് ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ട് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ മക്കളെ ഞെട്ടിക്കുക. ഒരു പ്രോബ്ലം ചെയ്യാൻ കൊടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇത് അമ്മമാർക്ക് കൂടിയുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഇമ്പോർട്ടൻറ്റ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അറിയാമല്ലോ, ഇതിപ്പോൾ 10th ഗ്രേഡ് സ്റ്റുഡൻസിനുള്ള മാത്സ് റിവിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇന്നത്തെ എപ്പിസോഡ് സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം വരാറുള്ള ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ഫൈൻഡ് ചെയ്യാം. സോ if one zero of the polynomial 3x square minus 8x plus 2k plus 1 is 7 times the other, find the value of k. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ടിനെ, അതായത് ലെറ്റ് ദ റൂട്ട്സ്, അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സിനെ നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ് ദ റൂട്ട്സ് ബി ആൽഫ ആൻഡ് ബീറ്റ എന്ന് കൺസിഡർ ചെയ്യാം. ആ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 1 0 of the polynomial is 7 times the other. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഒന്ന് ആൽഫയാണ്, അങ്ങനെയാണെങ്കിൽ ബീറ്റയെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? 7 ആൽഫ എന്ന് വെച്ചാൽ ബീറ്റ എന്ന് പറയുന്നത് 1 0 of the polynomial is 7 times the other. അപ്പൊ ബീറ്റ ഈസ് ഈക്വൽ ടു 7 ആൽഫ എന്ന് റെപ്രസെന്റ് ചെയ്യാനോ കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് ആൽഫയാണെങ്കിൽ മറ്റേത് 7 ആൽഫയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സമ്മിന് ഒരു ഫോർമുല ഉണ്ട്. എന്തായിരുന്നു? സം ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഇതില് ഇതാണ് എ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ് എ, എക്സ് ആണ് ബി, ഇത് കോൺസ്റ്റന്റ് മൊത്തമാണ് 2k plus 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ആണ് മൈനസ് ബി ബൈ എ അല്ലെ. മൈനസ് ബി ബൈ എ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് ബിന്റെ പൊസിഷനിൽ -8 ആണുള്ളത്. സോ -8 ബൈ എ ആരാണ്? 3 ആണ്. സോ 8/3 എന്ന് വെച്ചാൽ ഈ രണ്ട് റൂട്ട്സും ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 8/3 ആണെന്ന് ബൈ ഫോർമുല നമുക്ക് അറിയാം. അപ്പൊ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ആണല്ലോ സം എന്ന് പറഞ്ഞു. സോ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് എന്തായിരുന്നു? ബീറ്റ 7 ആൽഫ. 7 ആൽഫ ഇസ് ഈക്വൽ ടു 8/3 എന്ന് വെച്ചാൽ 8 ആൽഫ ഇസ് ഈക്വൽ ടു 8/3. therefore ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് വരും? സിംപിളി നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് പിന്നെ സമയം കളയുന്നതിന് പകരം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം വാല്യൂ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യും. കഴിഞ്ഞു. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. സോ അവിടെ എന്ത് വന്നു? 1/3. ആൽഫയുടെ വാല്യൂ നിങ്ങൾക്ക് 1/3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ആൽഫ ബീറ്റ അഥവാ പ്രോഡക്റ്റിൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. സി ബൈ എന്തായിരുന്നു? സി എന്ന് പറയുന്നത് 2k plus 1 ആണ്. എ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ ആൽഫ ഇൻറ്റു ബീറ്റ ആണ് ഈ വാല്യൂ വരുന്നത് പ്രോഡക്റ്റ്. അങ്ങനെ എന്തായിരുന്നു? ആൽഫ നമുക്കറിയാം, ഒന്ന് ആൽഫയും മറ്റത് 7 ആൽഫയും. അവരെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആൻസർ ആണ് 2k plus 1/3. അതായത് ആൽഫ ഇൻറ്റു 7 ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം? 7 ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2k plus 1/3. ഓക്കെ, ഇനി അടുത്ത ആൽഫ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1/3 ആണെന്ന്. സോ ഞാൻ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തോട്ടെ. 1/3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2k plus 1/3. അതെന്തായി മാറും? 7/9. ബിക്കോസ് 1 ന്റെ സ്ക്വയർ 1 തന്നെ, 3 ന്റെ സ്ക്വയർ 9. അത് മൾട്ടിപ്ലൈ ചെയ്ത 7/9 ഈസ് ഈക്വൽ ടു 2k plus 1/3. ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. അതായത് ഈ 3യും ഈ 9ഉം ക്യാൻസൽ ചെയ്യും. ബിക്കോസ് 3 into 3 ആണ് 9. സോ ഇവിടെ വെച്ചിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഈക്വൽ ടു സ്പേസിനകത്ത് ഇവിടെ എഴുതുവാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു? 7/3 ഈസ് ഈക്വൽ ടു 2k plus 1. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് k ആണ്. അങ്ങനെയാണ് 2k ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ +1 അടുത്ത സൈഡിലേക്ക് മാറ്റുമ്പോൾ -1 ആയി മാറും. therefore 2k ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 7 minus 3, അതായത് 4/3. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2k ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുന്നത് അപ്പൊ തന്നെ ചെയ്തേക്കാം. സോ 2 ടൈംസ് ആണ് 4.
ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയല്ലോ. k ഈസ് ഈക്വൽ ടു 2/3. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k സ്ഥിരമായി ചോദിക്കുന്നത്. അപ്പൊ ഇത് ഈ മെത്തേഡ് പഠിച്ചു വെച്ച് അതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളുടെ കുറെ കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സമയം കളയരുത്. അവിടെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ച് തന്നെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ട്രിഗ്നോമെട്രിയിൽ നിന്നാണ്. പൊതുവെ കുട്ടികൾ ഭയങ്കര ടഫാണ് എന്ന് പറയുന്ന സംഭവമാണ്. പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിലുള്ള. അത് ഭയങ്കര ടഫാണ്, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. പ്രാക്ടീസ് ചെയ്യാതെ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം തന്നെയാണിത്. അപ്പൊ ഇതിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെയാണ് ഞാൻ ഇത് തെരഞ്ഞെടുത്തിട്ടുള്ളത്. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. വായിക്കാം. Prove that sin square theta tan theta plus cos square theta cot theta plus 2 sin theta cos theta is equal to tan theta plus cot theta. കാണുമ്പോൾ കുറച്ച് പേടിയാവുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സമാധാനപരമായി ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. സോ LHS എന്താ തന്നിട്ടുള്ളത്? sin square theta tan theta plus cos square theta cot theta plus 2 sin theta cos theta. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. സൈൻ സ്ക്വയർ തീറ്റ അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി ടാൻ തീറ്റനെ നമുക്ക് വേറൊരു തരത്തിൽ എഴുതാം. എന്തായിരുന്നു ടാൻ തീറ്റ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് നമ്മൾ ടാൻ തീറ്റ എന്ന് വിളിക്കുന്നത്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അങ്ങനെ ഒരു ഫോർമുല ഉണ്ടായിരുന്നു, അറിയില്ല എന്ന് പറയുന്നു. ഓക്കെ, പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അതേപോലെ എഴുതി. കോട്ട് തീറ്റ എന്ന് പറയുന്നത് ടാനിന്റെ റെസിപ്രോക്കൽ ആണ്, നേരെ തിരിച്ചിട്ടാൽ മതി. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അവിടെ നിൽക്കട്ടെ. ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അപ്പൊ അത് അതേപോലെ എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഇനിയിപ്പോ മാറ്റിയത് ടാൻ തീറ്റയും കോട്ട് തീറ്റയും മാത്രം സൈൻ തീറ്റ കോസ് തീറ്റ ബേസിലേക്ക് ഒന്ന് മാറ്റിയെത്തി. ഇനി സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താവും? മൊത്തം സൈൻ ക്യൂബ് തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ കോസ് സ്ക്വയർ തീറ്റയും ഒരു കോസ് തീറ്റയും കൂടെ കൂടി അപ്പൊ എത്ര വരും? കോസ് ക്യൂബ് തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ നമ്മുടെ എൽസിഎം ആരായിരിക്കും? ഈ കോസ് തീറ്റ സൈൻ തീറ്റയാണ് എൽസിഎം. സോ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കൂടെ അവിടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. അതായത് ഒന്നിച്ചെഴുതുന്നു. കോസ് തീറ്റ സൈൻ തീറ്റ എൽസിഎം ആയിരുന്നു. ഓക്കെ, അപ്പോഴും ഈ സൈൻ തീറ്റ കോസ് തീറ്റ അവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേക്കാം. എന്നുവെച്ചാൽ അവിടെ എൽസിഎം ഇല്ല. അപ്പൊ ടോട്ടൽ എൽസിഎം ആയിട്ട് നമുക്ക് കോസ് തീറ്റ എടുക്കാം. അത് കോസ് തീറ്റ സൈൻ തീറ്റ എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്താ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോ 1 ഇങ്ങോട്ടേക്ക്. ഓക്കെ, സോ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സെയിം വാല്യൂ വരും. സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് ഈ കോസ് തീറ്റ സൈൻ തീറ്റ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്ന് കൂടുന്നു. കോസ് തീറ്റ ഒന്ന് കൂടി സൈൻ തീറ്റ ഒന്ന് കൂടി. അപ്പൊ സ്ക്വയർ എന്ന് പറയാലോ. 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇനിയാണ് ഇത് എവിടെയെങ്കിലും കണ്ട പോലെ ഉണ്ടോ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇത് ഏകദേശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. പക്ഷെ ഇവിടെ ഒരു സ്ക്വയർ എക്സ്ട്രാ ഉണ്ടെന്ന് എഴുതുന്നത്. നോർമലി നമ്മൾ സ്ക്വയറെ പഠിച്ചിട്ടുണ്ട്. റേസ് ടു 4 ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യും. അതായത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നായിരുന്നു. പക്ഷെ ഇവിടെ 4 ഉള്ളത് കൊണ്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2. എന്നാൽ മാത്രമേ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവുള്ളൂ. സോ അതൊന്ന് മാറ്റി കൊടുത്തു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എപ്പോഴും 1 ആയിരിക്കും. എന്ന് വെച്ചാൽ ട്രിഗണോമെട്രി ഐഡന്റിറ്റി അനുസരിച്ച് അത് എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെ 1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. ഇതിന് ഇക്വേഷൻ 1 നോട്ട് പേര് കൊടുക്കാം. കാരണം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്താ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നീക്കണം പ്രൂവ് ചെയ്യാം. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകാൻ എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? RHS. ഈസിയാണ് കേട്ടോ. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ. ടാൻ തീറ്റ എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. നമുക്കൊന്ന് എൽസിഎം എടുക്കാം. ബിക്കോസ് പ്ലസ് ആണ് ചെയ്യേണ്ടത്. സോ കോസ് തീറ്റ സൈൻ തീറ്റ എൽസിഎം എടുക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഇതാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഞാൻ നേരത്തെ പറഞ്ഞു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എപ്പോഴും 1 ആയിരിക്കും. സോ 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഉം 2 ഉം കണ്ടോ?
രണ്ടും ഈക്വൽ ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് LHS ഈക്വൽ ടു HS. കഴിഞ്ഞു. ഈ ടൈപ്പ് പ്രൂഫ് ഒരു 2 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ മുഴുവൻ നോക്കി കോപ്പി അടിച്ച് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല. നിങ്ങളായിട്ട് തന്നെ സോൾവ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ട്രിഗ്നോമെട്രിയിൽ നിന്നാണ്. പ്രൂഫ് എപ്പോഴും ടഫാന്ന് പറയുന്നതുകൊണ്ട് അതിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം കൂടി എടുത്തിട്ടുണ്ട്. സോ ഇഫ് sin θ plus cos θ is equal to √3, prove that tan θ plus cot θ equal to 1. ഇവിടെ √3 ഒക്കെ കണ്ടോ? √3 എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അപ്പോൾ √3 നമുക്ക് അങ്ങോട്ടേക്ക് ഒഴിവാക്കണം. എന്താ വഴി? രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ √3 എന്തായി മാറും? 3 ആയി മാറും. ബിക്കോസ് √3 × √3 എപ്പോഴും 3 ആവും. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ √3 അങ്ങനെ കാണുന്നപ്പോൾ ഇതുപോലെ പ്രൂഫ് ടൈപ്പ് ആണെങ്കിൽ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് ഒരു സെന്റൻസ് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നതുണ്ട്. അവർ തന്നിട്ടുള്ളത് sin θ plus cos θ is equal to √3. അപ്പോൾ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് നമുക്ക് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യണം എന്ന് വെച്ചാൽ sin θ plus cos θ whole square is equal to √3 whole square. ഇപ്പോൾ തന്നെ √3 എന്തായി മാറി? 3 ആയി മാറി. √3 മാറി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ചെയ്യാം. a plus b whole square equal to എന്ത് എഴുതും? a square plus 2ab plus b square. ആ ഫോർമാറ്റ്, ആ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഒന്ന് മാറ്റി എഴുതി. ഇനി നമുക്കറിയാം ട്രിഗ്നോമെട്രി ഐഡന്റിറ്റി അനുസരിച്ച് sin square θ plus cos square θ എന്ന് എവിടെ കണ്ടാൽ നിങ്ങൾക്ക് അതിന് പകരം 1 എന്ന് എഴുതാം. sin square θ plus cos square θ എപ്പോഴും 1 ആയിരിക്കും. പ്ലസ് മറ്റൊന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, അത് അതേപോലെ എഴുതുവാണേ. ഇനി 2 sin θ cos θ is equal to എന്ത് വരും? ഈ 1 റൈറ്റ് സൈഡിലേക്ക് പോകും, -1 എന്ന് വെച്ചാൽ 2 ആയി. 2 sin θ cos θ is equal to 2. ഞാൻ നേരത്തെ പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം വാല്യൂ വരും, അങ്ങോട്ടേക്ക് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. sin θ cos θ is equal to 1 because 1 × 2 ആണ് 2. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടി. ഇക്വേഷൻ 1 ഇത് ആവശ്യമുണ്ട്. അപ്പം നോക്കാം അടുത്ത റൈറ്റ് സൈഡ് ഇത് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ അതിലേക്ക് വരാം. അപ്പോൾ tan θ plus cot θ is equal to 1. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം tan θ cot θ ഒന്ന് മാറ്റി എഴുതാം. cot θ ഓക്കെ, tan θ ഞാൻ ഇതാ sin θ cos θ എന്ന് എഴുതുവാണ്. അതുപോലെ cot θ ഞാൻ റിവേഴ്സ് ആണല്ലോ, മീൻസ് നമ്മുടെ റെസിപ്രോക്കൽ. അപ്പോൾ cos θ sin θ എന്ന് എഴുതാം. ഓക്കെ, LCM എടുക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ sin θ cos θ LCM വരും. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കൂടെ ചെയ്യുമ്പോൾ വീണ്ടും വന്നു sin സ്ക്വയർ θ പ്ലസ് cos സ്ക്വയർ θ. പറഞ്ഞായിരുന്നല്ലോ ഈ sin സ്ക്വയർ θ പ്ലസ് cos സ്ക്വയർ θ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് 1 ആയിട്ട് മാറ്റി എഴുതാം. സോ അവിടെ ഞാൻ 1 എഴുതി ബൈ sin θ cos θ. ഇനി ഈ 1 ബൈ sin θ cos θ ഒക്കെ നമ്മളൊരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. sin θ cos θ ഇനി ഇവിടെ കാണുമ്പോഴും അവിടെ നമുക്ക് 1 വെച്ച് എഴുതാം ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ 1 ബൈ 1 എന്ത് തന്നെയാണ്? 1. അതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈക്വൽ ടു RHS. അങ്ങനെ ഇന്നത്തെ റിവിഷൻ ടൈം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈസി ആയിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കാം. അപ്പോൾ ഇനിയും അടുത്ത കുറച്ച് ചോദ്യങ്ങളും കൂടിയായി റിവിഷന് ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ വീണ്ടും വരാം. എപ്പിസോഡ് 3 അതായത് നമ്മുടെ റിവിഷൻ പാർട്ട് 3 വരാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഇതുപോലെ ഉണ്ടാവണം. ഒരുപാട് നന്ദി. താങ്ക് യു.